ഈ കാണുന്ന രണ്ടെണ്ണം നാഷണൽ, അതായത് മലേഷ്യൻ നാഷണൽ ഹെറിറ്റേജ് ലിസ്റ്റുകളിലുള്ളതൊന്നാണ്. അതിപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാം. ഇതെന്ന് പറയുന്നത് ഒന്നുമില്ല, സംഭവം ടൊബാക്കോ ബോട്ട്സ് ആണ്. അതായത് പുകയില ഇട്ട് വെക്കുന്ന റോയൽ ഫാമിലീസ് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഐറ്റമാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 251 ഗ്രാം, അതായത് ഏകദേശം 31.5 പവന് ആണ് വെയിറ്റ്. ഇതിൻ്റെ മണ്ടയിലിരിക്കുന്നത് ഇത് റൂബി സ്റ്റോൺ ആണ്. ഇതിന് പിന്നെ 10 സൈഡ് കൊണ്ട് കംപ്ലീറ്റ് ഗോൾഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാണിച്ചറിയാൻ അതുകൊണ്ടിരിക്കുന്നത് ഇതാണ് സാധനം. 10 സൈഡ് കൊണ്ട് 251 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇതിപ്പോൾ നാഷണൽ ഹെറിറ്റേജിലായിട്ടുള്ളതാണ്, ക്ലെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ബലം മതിക്കാനാവാത്ത രീതിയിലുള്ളതാണ്. മണ്ട ഇരുന്നതാണ് ആ റൂബി സ്റ്റോൺ. പുകയില ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ വെള്ളിയും ഗോൾഡുമാണ്. അതിൽ പുകയില ഇട്ട് വെക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിരുന്ന ഐറ്റംസ് ആണിത്. ആ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഐറ്റമാണിത്. അതിൽ ഈ നടുക്കിരിക്കുന്ന സാധനമാണ് കറക്റ്റ്. ഇത് ആക്ച്വലി ബെൽറ്റ് ബക്കിളാണ്. ആ ഇരിക്കുന്നതെല്ലാം ബെൽറ്റാണ്. അതെല്ലാം ബെൽറ്റും ഇത് ബെൽറ്റ് ബക്കിൾസും. ഈ ഇരിക്കുന്ന ഫുള്ള് ബെൽറ്റ് ബക്കിളാണ്. ഈ ഇറപ്പിയൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യയിൽ നിന്ന് കൊടുത്തു വിട്ട സാധനങ്ങളാണ് ഗിഫ്റ്റായിട്ട്. ഈ ഇരിക്കുന്നത് 41.5 പവൻ വരും. പവനും വിത്ത് റൂബിയും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ നാഷണൽ ഹെറിറ്റേജിലുള്ളത് കാരണം നമുക്കൊരു വില മതിക്കാൻ പറ്റാത്ത ലിസ്റ്റിലുള്ള ഐറ്റമാണ്. പിന്നെ ഈ 7 കാണിച്ചിരിക്കുന്നത് ആ നടുക്കിരിക്കുന്ന മൊത്തം റിയൽ ഡയമണ്ട്സും റൂബീസുമാണ്. അതായത് ഈ റോയൽ ഫാമിലി യൂസ് ചെയ്തിരുന്നതാണ്. ഈ റോയൽ ഫാമിലിയുടെ എസ്റ്റിമേറ്റ് ഏകദേശം, അതായത് ഇവിടെയുള്ള വെളിയിലുള്ള ആൾക്കാർ അതിനെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് $5.7 ബില്യൺ ആണ്. അത് കറക്റ്റായിട്ടുള്ള ഒരു ഫിഗേഴ്സ് അല്ല, അതിൻ്റെ മേളിലും പോകും. ഈ കാണുന്നതൊക്കെ തലപ്പാവുകളാണ്. പല ട്രൈബ്സിലുള്ള ആൾക്കാർ പല സെഞ്ചുറീസിലായിട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന തലപ്പാവുകളാണ് ഇതൊക്കെ. ആ ട്രൈബ്സിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ധരിച്ചിരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും. ഈ കാണുന്ന മൊത്തം ഓർണമെൻറ്റ്സും ആണ്. അതിൽ ഈ ഒരെണ്ണം, അതായത് 6ാമത്തെ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത് പല പീസസ് ആയിട്ട്, അത് 3 തട്ടാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് പല പീസസ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഒരുമിച്ച് ചേർത്ത് വെച്ച് ഉണ്ടാക്കിയതാണ് ആ മോതിരം എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ് രാജകുടുംബത്തിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ നടുക്കാണുന്നത് തൂക്ക് പോലുള്ള ഇതെന്ന് പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും യൂസ് ചെയ്തതാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്, ആ ടൈമിൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ കമ്മലിടാൻ കമ്മലിന് ധരിക്കുമല്ലോ, ആ ടൈമിൽ തന്നെ കമ്മലിന് പകരം യൂസ് ചെയ്തിരുന്നതാണിത്. കമ്മൽ പോലെ തന്നെ യൂസ് ചെയ്തിരുന്നതാണ്. ചെറുപ്രായത്തിൽ അടിച്ച് കഴിയുമ്പോഴത്തേന് വെയിറ്റ്, നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് വെയിറ്റ് കൊണ്ട് നമ്മുടെ കാത് വലിഞ്ഞ് നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് വരെയാവും. ആ ടൈമിൽ ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അങ്ങനെയായിരുന്നു. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും യൂസ് ചെയ്തിരുന്നു. ഇത് നമ്മുടെ ഈ ടെക്സ്റ്റൈൽ മ്യൂസിയത്തിൽ തന്നെയുള്ള ഒരു ബൂത്താണ്. നമുക്ക് ഇതിൽ ഏത് ഡ്രസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാലും കറക്റ്റായിട്ട് അത് അവർ ഫോട്ടോ എടുത്ത് തരും. വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഏത് പോസ് വേണമെന്നുള്ളത് ഇത്രയും പോസസ് ഉണ്ട്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നോക്കാം. പ്രോസസ്സിങ്ങിലാണ്, എന്താണ് കാണിക്കുന്നതെന്ന് നോക്കാം. വെച്ചിട്ടാണ് ഏകദേശം ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ.